ഒരുപാട് ഇഷ്ടപ്പെടുന്ന രണ്ടുപേര് ഒന്നിക്കുന്ന ഒരു സിനിമ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇനി കണ്ടിട്ട് ബാക്കി പറയാം. പിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ജോയി ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ അതെ. നോക്കാം, ഇനിയും കണ്ടിട്ട് പറയാം ബാക്കി. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. എന്തോ മാസമായിരുന്നു. കുറച്ച് അടിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് മസ്റ്റായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന മൂവിയാണ്. പിന്നെ ഒരു ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇടി ഇഷ്ടമാണെങ്കിൽ ഒന്ന് കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. കണക്ട് ആയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നന്നായിരുന്നു. സ്റ്റണ്ട് വിടുന്നുള്ളതല്ല, ജോയി ജോർജിൻ്റെ പണി ഞാൻ 2 പ്രാവശ്യം കണ്ടു. അതിൻ്റെ ക്ലിപ്പൊക്കെ ഞാൻ ഇഷ്ടം പോലെ ഇടയ്ക്ക് കാണാറുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടം. നല്ല ഡയറക്ഷനാണ്, സൂപ്പർ ഡയറക്ഷനാണ്. പണി ഞാൻ തിയേറ്ററിൽ തന്നെ, ഇവിടെ തിയേറ്ററിൽ 2 പ്രാവശ്യം കണ്ടു. പിന്നെ അതിനകത്ത് എനിക്ക് പണിക്കത് ഇഷ്ടപ്പെടാതെ പോയ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കൊലപാതകങ്ങളുണ്ട്. അത്രയൊന്നും കൊലപാതകം ഇല്ലാതെ തന്നെയൊക്കെ അത് വേണമെങ്കിൽ അതിൻ്റെ പിയായിരുന്നല്ലോ എന്ന് ഓർത്ത്. ഇനി എനിക്കിഷ്ടമാണ് പണി. അതുകൊണ്ട് തന്നെയാണ് ജോയി ജോർജിൻ്റെ സിനിമയായിട്ട് മാത്രമാണ് ഇന്ന് ഫസ്റ്റ് റിലീസിങ് ഞാൻ വന്നത്. പണി ഇഷ്ടപ്പെട്ടു. പണിയുടെ അല്ല, ജോയി ജോർജിന് ഇഷ്ടമാണ്. അല്ലാതെ ഇതിനകത്ത് ഡയറക്ടറിനെ കണ്ടിട്ടോ മറ്റൊന്നുമല്ല. ആക്ഷൻ ഇഷ്ടമാണ്. ജോയി ജോർജിൻ്റെ സിനിമ ഇഷ്ടമാണ്. പണി ഫാർ ബെറ്റർ ആയിരുന്നു. ഇതും അതുപോലെ ഇഷ്ടമാണെന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഫസ്റ്റ് തന്നെ വരാൻ കാര്യം. ടോട്ടൽ സിനിമ നോക്കി പറയാൻ വരവ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയി ജോർജിനെ ഇഷ്ടമാണ്. അത് അങ്ങേര് അഭിനയിക്കുന്ന സിനിമ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് 10 കിലോമീറ്റർ താണ്ടി നമ്മൾ സിനിമ കാണാൻ വന്നത്. അങ്ങേരെ ഒരു പ്രത്യേക താല്പര്യമാണ്. അതേ സ്റ്റണ്ടും ഇതെല്ലാം ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങേരോട് കൂടുതൽ താല്പര്യം തോന്നാൻ കാര്യം. അല്ല, ഞാൻ വരവ് ജസ്റ്റ് കാണാൻ വന്നതേ ഉള്ളൂ. നോബഡി കഴിഞ്ഞ ആഴ്ച എൻ്റെ ഫാമിലി എല്ലാം കണ്ടപ്പോൾ പിന്നെ നമ്മൾ തന്നെ റിവ്യൂ നോക്കിയപ്പോൾ അത്ര നല്ലതല്ല. അപ്പോൾ വരവ് ഒരു പ്രത്യേക ഇതിലായിട്ട് ആരും റിവ്യൂ ഇടാകാതെ ചുമ്മാ ഒരു ഇൻട്രസ്റ്റിൽ പോയി കാണാമെന്ന് വെച്ച് വന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് വീക്ക് മറ്റേ ഇവിടെ മാത്രം ഓടിക്കൊണ്ടിരുന്നത് ഫ്യൂരിയസ്, അത് വന്ന് ഇവിടെ തന്നെ ഞാൻ വന്ന് കണ്ടതാണ്. കാരണം കൊച്ചിയിലേ ഉണ്ടായിരുന്നുള്ളൂ. ലക്കിലി ഇവിടെ വന്നപ്പോൾ ഇവിടെ അത് കണ്ടായിരുന്നു. അങ്ങനെ ആക്ഷൻസ് താല്പര്യമുണ്ട്. പിന്നെ ജോജുവിൻ്റെ ലാസ്റ്റ് കണ്ടത് ആൻ്റണി, കുഴപ്പമില്ലായിരുന്നു. പിന്നെ പൊറിഞ്ചു, മറിയം ജോസ്, അത് രണ്ടും കണ്ട് കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ പ്രതീക്ഷ പോലൊന്നുമില്ല. നമ്മൾ ഷാജി കലാസ് നോർമൽ ഇത് തന്നെ, പുതുമയൊന്നുമില്ല. നമ്മൾ അത്രയും എക്സ്പെക്റ്റേഷനൊന്നും ചെയ്യാതെ തന്നെ വന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ആവറേജ് പടം, ആവറേജിന് താഴെ തന്നെ നോർമലായിട്ടുള്ളൊരു സെയിം സ്റ്റോറി സെയിം പാറ്റേൺ തന്നെ പോകുന്ന ഷാജി കലാസിൻ്റെ പടം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നുമില്ല. സ്റ്റണ്ടുണ്ട്, സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തൊക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മളെന്താ പറയുക, ഒരു ഇൻവോൾവിങ് ആകാത്ത രീതിയിലൊന്നുമില്ല. ഷാജി കലാസിൻ്റെ നോർമൽ ഇല്ല. എനിക്ക് ആക്ച്വലി ജോജു ജോസഫിൻ്റെ ഫിലിമൊക്കെ അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഇതിപ്പോൾ ഷാജി കലാസിൻ്റെ ഈ ട്രെയിലർ കണ്ടപ്പം എനിക്ക് ഭയങ്കര ഒരു ഇത് തോന്നി, ഒരു ഇഷ്ടം തോന്നി. അങ്ങനെ കാണാൻ വന്നതാണ്.